നല്ലോണം പൈസയുള്ള ഒരാളോട് ചെന്നിട്ട് എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചു, അയാൾ എന്താ പറയുക? ഇനിയും കുറെ പൈസ ഉണ്ടാവില്ലാണെന്ന് പറയോ? പറയില്ല. ലോകത്തുള്ള എല്ലാ കോടീശ്വരന്മാരോടും ചെന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട്: പീസ്, മനസ്സമാധാനം. ചിലപ്പോൾ അതിന് കുറെ പൈസയൊന്നും വേണ്ടിയില്ല. ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് ഏതാന്ന് നിങ്ങൾക്കറിയാം? ലോകത്തിൽ ഏറ്റവും നല്ല ബെഡ് കിടക്ക ഏതായോ? സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള ബെഡാണ്. ചിലപ്പോൾ അതൊരു ബെഡ് പോലും അല്ല, ഒരു ഷാള് ഇരിക്കും. ചിലപ്പോൾ ഒരു ഷാള് പോലും ഉണ്ടാവില്ല, നിലത്ത് പച്ച നിലത്തിരിക്കും കിടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ബെഡ് മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള ബെഡാണ്. മനുഷ്യൻ എന്നുള്ളതിന് പകരം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, എന്താ? മർത്യൻ എന്ന് പറയില്ല. മർത്യൻ എന്താണ് മർത്യൻ എന്ന് കിട്ടുന്ന വാക്കിനെ പറ്റി? മർത്യൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മൃത്യു ഉള്ളവനാണ് മർത്യൻ. മൃത്യു എന്താ? മരണം. മനുഷ്യന്റെ പേര് മരിക്കുന്നവൻ. മനുഷ്യന്മാർ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരും മരിക്കൂല. ജീവികളൊക്കെ മരിക്കൂലേ? പക്ഷെ ജീവികൾക്കൊന്നും ആ പേരില്ല, മർത്യൻ എന്നുള്ള പേരില്ല. അതെന്തുകൊണ്ടായിരിക്കും? ജീവികൾക്കൊന്നും മരണത്തെ കുറിച്ചുള്ള ആലോചന ഇല്ല. അത് നമുക്ക് മാത്രമേ ഉള്ളൂ. മരണം എന്നുള്ളൊരു ഭീതിയോ പേടിയോ ചിന്തയോ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് മറ്റു ജീവികൾക്കില്ല. മരണം എന്നുള്ളൊരു ഭീതിയോ പേടിയോ ചിന്തയോ മനുഷ്യന് മാത്രമേ ഉള്ളൂ. അത് മറ്റു ജീവികൾക്കില്ല. അതുകൊണ്ടാണ് അവര് ജീവികൾ എന്ന് പറയുന്നത്. അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. ജീവികളാണ്, അവർക്ക് ജീവിതം മാത്രമേ ഉള്ളൂ. മനുഷ്യനോ മർത്യനാണ്. മരണം എന്നുള്ള ബോധവും അവനുണ്ട്, അതിനപ്പുറത്ത് എന്തായിരിക്കും എന്നുള്ള ചിന്തകളുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് മർത്യൻ എന്നുള്ള പേരുകൾ. അപ്പൊ ജീവിതം എന്നൊരു ചെറിയ സാധനം അതിന് മുമ്പുള്ളതാണ്. മരണം എന്നുള്ള അവസാനത്തെ ശ്വാസത്തിന് മുമ്പുള്ളൊരു പാച്ചില, ഓട്ടം. ആ ഓട്ടത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് ബർക്കത്തുള്ള ഒന്നായിട്ട് മാറുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം കയറി വരുന്നൊരു സ്ഥലമുണ്ട്. നമ്മുടെ ബൈക്ക് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ കാറ് സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ഗേറ്റ് അടച്ച് വാതിൽ തുറന്ന് കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് സമാധാനം വേണം. ഒരു മനുഷ്യന് ആ പുറത്ത് എത്ര സമാധാനം കിട്ടിയിട്ട് കാര്യമില്ല, ഇതിനകത്ത് സമാധാനം വേണം. ഇതിനകത്തുള്ള സമാധാനം ഉണ്ടെങ്കിൽ പുറത്തുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ അയാൾക്ക് കഴിയും. എന്നാൽ നേരെ തിരിച്ച് പുറത്ത് എത്ര സമാധാനം ഉണ്ടെങ്കിലും അയാൾക്ക് ഇതിനകത്ത് അത് കിട്ടുന്നില്ലെങ്കിൽ അയാൾക്ക് പിന്നെ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയില്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സമാധാനമാണ്. എന്താണോ ഉള്ളത് അതിലൊരാൾ അനുഭവിക്കുന്ന സമാധാനം. കുറെ ഉണ്ടെങ്കിലും അത് കിട്ടും, കുറച്ചുണ്ടെങ്കിലും അത് കിട്ടും. കുറെ ഉണ്ടെങ്കിലും അത് നഷ്ടപ്പെടുന്നില്ല, കുറെ ഉണ്ടെങ്കിലും അത് കിട്ടും. ധാരാളം പൈസയുള്ളൊരു കോടീശ്വരനും അത് കിട്ടും, ദരിദ്രനായ ഒരു മനുഷ്യനും അത് കിട്ടും. പക്ഷെ അത് ഭൂമിയിൽ നിന്ന് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതോ കിട്ടുന്നതോ അല്ല. അത് പടച്ചോന്റെ ബ്ലെസ്സിങ് ആണ്, പടച്ചോൻ തരുന്നത്. അതിന് നമ്മുടെ ഏറ്റവും പ്രധാനമായി മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നമ്മുടെ മുൻഗണനകളുണ്ടല്ലോ. നമ്മുടെ മുൻഗണനകളാണ് മാറേണ്ടത് ശരിക്കും. ഇപ്പൊ മനുഷ്യന്റെ ജീവിതത്തിലെ പടച്ചോൻ, ഇപ്പൊ എനിക്കാവട്ടെ നിങ്ങൾക്കാവട്ടെ, ഈ 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിട്ടുള്ളൊരു 4-5 മനുഷ്യന്മാരുണ്ട്. അല്ലെ? ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ, പാപ്പ, ഉമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് കുറച്ച് മനുഷ്യന്മാരുണ്ട്. 800 കോടി മനുഷ്യന്മാരിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പഠിച്ചു തന്നുള്ളതാണ്. ആ മനുഷ്യന്മാരില്ലേ, ആ മനുഷ്യന്മാരായിരിക്കണം ഈ ലോകത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. നമ്മുടെ ഏറ്റവും വലിയ പരിഗണന അവർക്കുള്ളതാണ്. നമ്മുടെ ഏറ്റവും വലിയ മുൻഗണന അവർക്കുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാവരും. പണ്ട് നമ്മുടെ ഹൈന്ദവ തറവാടുകളില്ലേ, പഴയ തറവാട് വീടുകൾ, ആ വീടുകൾക്ക് അവര് വിളിച്ചിരുന്നൊരു പേരുണ്ട്, സംസ്കൃതമാണ്. ആ പേരെന്താണെന്നറിയോ? മന. മന കേട്ടില്ലേ? ഇല്ലം, മന ഒക്കെ പറയില്ലേ? എന്താണ് മന? മന 2 അക്ഷരങ്ങളല്ല, 2 വാക്കുകളാണ്. സംസ്കൃത. മ എന്ന് പറഞ്ഞാൽ ഞാൻ,
ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ എന്തായി? ഞാൻ ഇല്ല. വീടിന് പറയുന്ന പേരാ ഞാൻ ഇല്ല. ഞാനില്ലാത്ത സ്ഥലം. ഞാനില്ല എന്ന് പറഞ്ഞാൽ നമ്മളേ ഉള്ളൂ, ഞങ്ങളേ ഉള്ളൂ. ഞാനില്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഒരു ജീവിതം, എന്റെ സ്വപ്നങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ, എന്റെ കൊതികൾ, എന്റെ ഇഷ്ടങ്ങൾ, അതിനു വേണ്ടി മാത്രമാണ് ജീവിക്കണതെങ്കിൽ അതിന് ഹോസ്റ്റൽ എന്ന് പറയാം, വീടല്ല. അപ്പുറത്തെ ഒരാളുണ്ടാവും, അയാൾ അങ്ങനെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്. അയാളുടെ ആഗ്രഹങ്ങൾ, അയാളുടെ സ്വപ്നങ്ങൾ, അയാളുടെ ഇഷ്ടങ്ങൾ, അയാൾ അങ്ങനെ ജീവിക്കുന്നുണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരെന്താ? ഹോസ്റ്റൽ എന്നാണ്. ഞാൻ എന്റെ ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കണം, നോക്കിക്കൊണ്ടിരിക്കണം. അയാൾ അയാളുടെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾ തമ്മിൽ ഇമോഷണലി ഒരു കണക്ഷൻ ഒന്നുമില്ല, ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതിന് ഹോസ്റ്റൽ എന്നാ പറയാം. വീടതല്ല. മന, ഞാനില്ല, നമ്മളേ ഉള്ളൂ. എന്ത് രസമുള്ളൊരു കൺസെപ്റ്റ് എന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഫുട്ബോളില് സെവൻസ് ആണെങ്കിൽ 7 ആളുകളെ കളിക്കാം. 7 ആളിൽ ഒരാൾ ഗോളി ഇരിക്കും. അതില് ഒന്നാമത്തെ ആൾക്ക് പന്ത് കിട്ടും, രണ്ടാമത്തെ ആൾക്ക്, മൂന്നാമത്തെ ആൾക്ക്, നാലാമത്തെ ആൾ അഞ്ചാമത്തെ ആൾക്ക് കൊടുക്കും, അഞ്ചാമത്തെ ആൾ ആറാമത്തെ ആൾക്ക് കൊടുക്കും, ആറാമത്തെ ആള് ഗോൾ അടിച്ചിട്ടുണ്ടാവും. ആറാമത്തെ ആളിന്റെ കാലിൽ നിന്നാണ് ഗോളായത്. പക്ഷെ ആറാമത്തെ ആൾ മാത്രമാണ് ജയിക്കുക, ഈ ടീം മൊത്തം ജയിക്കും. ഇതാണ് മന. ഒരാളടിച്ചാൽ മതി, എല്ലാരും ജയിക്കും. ചെങ്ങല പോലെയാ. ചെങ്ങല വളരെ ശക്തിയുള്ളതാണ്. ഒരു കണ്ണി വേറൊരു കണ്ണിയോട് ഇങ്ങനെ ചേർന്ന് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ആയുധം പോലെ ഒരു സാധനമാണ് ചെങ്ങല. അല്ലെ? ചെങ്ങലയിലെ ഒരു കണ്ണി കേടുവന്നല്ലോ. ഒരു കണ്ണി കേടുവന്നാൽ ചെങ്ങലയുടെ മുഴുവൻ ശക്തിയും ഇല്ലാതാവും. എല്ലാ കണ്ണിയും കേടുവരണ്ട, ഒരു കണ്ണി കേടുവന്നാൽ മതി. മന. ഒരാള് ഗോളടിച്ചാൽ എല്ലാവരും ജയിക്കുന്ന പോലെ, ഒരു കണ്ണി കേടുവന്നാൽ ഒരു ചെങ്ങലയിലെ എല്ലാ കണ്ണിയും ദുർബലമാകുന്നത് പോലെ, ശക്തി ഇല്ലാതാകുന്നത് പോലെ. അടിച്ചോൻ നമ്മുടെ ആയുസ് തന്നിട്ടുള്ള ആ 4-5 മനുഷ്യന്മാര്, അല്ലെങ്കിൽ 6-7, 1-2 ചുരുങ്ങി വരികയാണ്. പണ്ടേ പോലൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് മനുഷ്യന്മാര് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള മനുഷ്യന്മാരായി മാറുക എന്നുള്ളത് വീടിന്റെ ഉള്ളിലെ ബർക്കത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താക്കോലാണ്. മുൻഗണന. പരിഗണനയല്ല, മുൻഗണന. എല്ലാത്തിനും നമ്മൾ പരിഗണിക്കണം. നമുക്ക് ചങ്ങായിമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ജോലിയുണ്ട്, അങ്ങാടിയുണ്ട്, ഒക്കെ ഉണ്ടോ? അതൊക്കെ പരിഗണനയാണ്. മുൻഗണന അതല്ല. ഇതിന്റെയൊക്കെ മുമ്പ് വേറൊന്ന്. ഫസ്റ്റ് ഓഫ് ആൾ, എല്ലാത്തിന്റെയും മുമ്പ് വേറൊന്നിന് കൊടുക്കലാണ് മുൻഗണന. അതാണ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഒരു കഥ പറയാറുണ്ട്. പണ്ട് ഒരമ്മ ആ അമ്മയുടെ ചെറിയ കുഞ്ഞിനെ ഇങ്ങനെ ഒക്കത്ത് വെച്ചിട്ട് ഭിക്ഷ യാചിച്ച് നടക്കുക. ഭിക്ഷക്കാരിയാണ്. അങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയുടെ ഫ്രണ്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു, ഈ ഗുഹയുടെ ഉള്ളിൽ മുഴുവനും സ്വർണമാണ്, വലിയ പണക്കൂമ്പാരങ്ങളാണ്, വെള്ളിയാണ്, വജ്രമാണ്, അത്രയും വില കൂടിയ സാധനങ്ങളാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എത്ര വേണമെങ്കിലും എടുക്കാം, എത്ര സ്വർണം എടുക്കുക, എത്ര വെള്ളി എടുക്കുക, എത്ര വജ്രം എടുക്കുക, എത്ര പൈസ എടുക്കുക. പക്ഷെ 2 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടുകൂടി നിങ്ങൾ പുറത്തേക്ക് ചാടണം. ഇല്ലെങ്കിലോ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. ഗുഹ അടഞ്ഞു പോകും. എന്താ? ഒരു ഭിക്ഷക്കാരിയായ അമ്മയുടെ മുന്നിൽ ഒരു ഗുഹയുടെ മുന്നിൽ ഇരിക്കുന്ന ആള് പറയണു, ഇതിന്റെ ഉള്ളിൽ മുഴുവനും പണമാണ്, 2 മിനിറ്റ് മാത്രം നിങ്ങൾക്ക് തരൂ. 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര വാരി കൂട്ടാൻ പറ്റുമോ അത്രയും വാരി കൂട്ടിക്കോളൂ. 2 മിനിറ്റ് കഴിഞ്ഞാൽ ബെല്ലടിക്കും. ആ ബെല്ലടിക്കുന്നതോടെ പുറത്തേക്ക് വരണം, ഇല്ലെങ്കിൽ പിന്നെ ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. 2 മിനിറ്റ് മതി. 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് മതി വാരിക്കൂട്ടാൻ. അത്രയ്ക്ക് മതിയല്ല. ഈ അമ്മ നേരെ അതിനകത്തേക്ക് പോയി വാരിക്കൂട്ടാൻ തുടങ്ങി. എന്തൊക്കെ ഉണ്ടോ കയ്യിൽ അതിലൊക്കെ ഇത് നടക്കാൻ തുടങ്ങി. ബെല്ലടിച്ചു, പുറത്തേക്ക് ചാടി, രക്ഷപ്പെട്ടു. കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ നോക്കണം. അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഒരു 2 തലമുറക്ക് ജീവിക്കാൻ വേറൊന്നും വേണ്ട, അതിന് മാത്രം വാരി കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഒക്കത്തുണ്ടായിരുന്ന കുട്ടിയില്ലേ, അതിനകത്തായി പോയി. എന്തൊക്കെയോ വാരിക്കൂട്ടുന്നതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ മറന്നുപോയാൽ
പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാനാകാത്ത വിധം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു വിടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുട്ടികളുടെ കുട്ടിക്കാലം. നമ്മുടെ കുട്ടികൾക്ക് ഒരൊറ്റ കുട്ടിക്കാലേ ഉള്ളൂ, രണ്ടെണ്ണമില്ല, ഒന്നില്ല. നമ്മൾ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. നമ്മുടെ കുട്ടികളോടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടത്. അതിനെന്ത് വേണ്ടി വരും? അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ നേരത്തെ ഈ മോനോട് സംസാരിക്കുക, ബിലാലല്ലേ, ആദിൽ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്പേസിനെ കുറിച്ച് പഠിക്കുക, സ്പേസിനെ കുറിച്ച് അറിയുക. കഴിഞ്ഞ ദിവസം അവന് കോയമ്പത്തൂരിൽ പോയിട്ട് ഒരു സെമിനാറൊക്കെ അറ്റൻഡ് ചെയ്ത് വരിക. ചെറിയ മോനതാ, അവന് സ്പേസിനെ കുറിച്ചാണ് അവന്റെ ചിന്ത മുഴുവൻ. അതാ, ഭൂമിയിലില്ല അവൻ, ഫുൾ അവിടെയാണ്, സ്പേസിനാണ്. അതിനെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവനോട് എനിക്കൊരു കാര്യം പറയണമെങ്കിൽ ഞാൻ സ്പേസിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. അത്യാവശ്യ കാര്യങ്ങളെങ്കിലും അതിന്റെ ചില വേർഡെങ്കിലും പഠിക്കേണ്ടി വരും. എന്നാലേ എനിക്ക് അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവനെന്താ വിചാരിക്കുക, മൂപ്പർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അവന് അത് പറയാൻ പറ്റുന്ന ആളുകളെ തെരഞ്ഞു പോകും. ഞാൻ അവന്റെ വാപ്പയാണെങ്കിലോ ഞാൻ എത്ര പഠിക്കേണ്ടി വരും അവനിഷ്ടമുള്ളൊരു കാര്യത്തെക്കുറിച്ച്. കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കുട്ടികളോളം താഴേണ്ടി വരും. ഒരു കുട്ടിക്ക് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക, ചെറിയൊരു കുഞ്ഞിന് നമ്മളെങ്ങനെ ഉമ്മ കൊടുക്കുക, കുട്ടി ഇങ്ങോട്ട് വരുമോ? കുട്ടി ഇങ്ങോട്ട് വരില്ല, നമ്മൾ അങ്ങോട്ട് പോകല്ലേ ചെയ്യുന്നത്. കുട്ടിക്കൊരു ഉമ്മ കൊടുക്കാൻ കുട്ടിയോളം നമ്മൾ താഴുന്നത് പോലെ ഒരു കുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ആ കുട്ടിയോളം താഴേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിയോളം വലുതാകേണ്ടി വരും. ഇവനൊക്കെ അതിൽ പെട്ടതാണ്. കാരണം അവൻ അതിൽ വലിയ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ, പുതിയ കാലത്തെ കുട്ടികളെ. അപ്പൊ നമ്മുടെ മോനോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണ എന്നൊരു ക്ലബിനെ കുറിച്ച് അറിയണം. അങ്ങനെ ഒരു ക്ലബ് ഉണ്ടല്ലോ അവർക്ക്, ഫുട്ബോളിൽ, മലപ്പുറത്താണല്ലോ. അപ്പൊ ഫുട്ബോളായിരിക്കും കാര്യമായിട്ട് മനസ്സിലുണ്ട്. ബാഴ്സലോണ എന്ന് പറഞ്ഞ മൂപ്പർക്ക് താല്പര്യമുള്ള ഒരു ക്ലബുണ്ട്. ആ ക്ലബിനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തൊക്കെ പഠിക്കാൻ കഴിയും അതൊക്കെ ഞങ്ങൾ പഠിച്ചു. ഒരു നാട്ടുപുറത്തുണ്ടായ ചെറിയൊരു ക്ലബ്ബാണ്. അതിങ്ങനെ വളർന്ന് ലോകത്തിലെ വലിയ ക്ലബ്ബുകളിൽ ഒന്നായി മാറിയ ചരിത്രമാണ്. കാരണം ഞങ്ങളുടെ മോനോട് സംസാരിക്കണമെങ്കിൽ അവനിഷ്ടമുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ എന്താ അവൻ പറയാ, ആപ്പകൊമ്പൊന്നും മനസ്സിലാവില്ല. നമ്മൾ ഏറ്റവും സംസാരിക്കേണ്ടത് നമ്മുടെ കുട്ടികളോടാണ്. കാരണം അവർക്കൊരു കുട്ടിക്കാലേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് ഇവർ വലുതാവുക നമുക്കറിയില്ല. പഴയ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും അല്ലെ, ആ കുഞ്ഞുങ്ങൾ എവിടെ പോയി, നീശൊക്കെ വന്നിരിക്കണം, വലിയ കുട്ടിയായിരിക്കണം, വലിയ മഫത്തൊക്കെ ഇടാൻ തുടങ്ങിയാണ്. ആ ചെറിയ കുഞ്ഞിനെ നമുക്ക് മിസ് ചെയ്യും. നമ്മുടെ ആ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ സങ്കടമൊക്കെ വരും. നമ്മളെ കുട്ടി വലിയ കുട്ടിയായല്ലോ. ഒട്ടിടയ്ക്കൊരു വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ എന്ന് വെണ്ണികുളം എന്ന് പറഞ്ഞ പഴയ ഒരു കവി പറയുന്നുണ്ട് മകളെ കുറിച്ച്. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ, ഒരു വരം കിട്ടിയിട്ട് എന്റെ കുട്ടി പഴയ കുട്ടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത് നമ്മുടെയൊക്കെ ആഗ്രഹം. ഒട്ടിടക്കേതോ വരം കൊണ്ടിവൾ പണ്ടേ പോലെ കുട്ടിയായിരുന്നെങ്കിൽ. നമ്മളെ കുട്ടികളെ കുട്ടിക്കാലം ഇല്ലേ, നഷ്ടപ്പെടും, പിന്നെ നമുക്ക് കിട്ടൂല. കേസരി ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന വലിയൊരു എഴുത്തുകാരനുണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. കേസരി ഹാളില്ലേ, കേസരി ഹാൾ അദ്ദേഹത്തിന്റെ പേരില്ല, കേസരി എന്ന പേരിൽ പണ്ട് അദ്ദേഹത്തിന് ഒരു മാസികയുണ്ട്. വലിയ എഴുത്തുകാരനാണ്, അത്രയും വലിയ കട്ടിയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. അദ്ദേഹം ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുക, പഠിക്കുക, എഴുതുക, ഇതൊക്കെയാ. അപ്പൊ ഒരാളിങ്ങനെ വാതിലിന്റെ അപ്പുറത്ത് വന്ന് നിൽക്കും. അതാരാന്നറിയാം? അദ്ദേഹത്തിന്റെ മോള്, ചെറിയൊരു മോള്. അച്ഛനെ കിട്ടാൻ വേണ്ടിയിട്ട്, അച്ഛനെ കാണാൻ വേണ്ടിയിട്ട്, വലിയ താടിയുള്ളൊരു മനുഷ്യന്. ആ അച്ഛനെ ലാളിക്കാൻ, അച്ഛന്റെ സ്നേഹം കിട്ടാൻ, അച്ഛനെ അങ്ങോട്ട് സ്നേഹിക്കാനൊക്കെ വേണ്ടി ഈ കുട്ടി ഇങ്ങനെ കാത്തിരിക്കും. അദ്ദേഹം കുറെ നേരമൊക്കെ പിന്നെ ഈ എഴുത്തിലായിരിക്കും. പിന്നെ കിടന്നുറങ്ങേണ്ട സമയമായി. ഈ കുട്ടിക്ക് കൊടുക്കാൻ തീരെ സമയം ഉണ്ടാവില്ല. ഇതിന് പനി വന്നിട്ട് ഈ കുട്ടി മരിച്ചു. അദ്ദേഹം തന്നെ പറയട്ടോ, പനി വന്നിട്ട് കേസരിയുടെ മോള് മരിച്ചു. അദ്ദേഹം പറയാ, ഞാൻ എൻ്റെ മോളെ ആദ്യമായി ചുംബിച്ചത് അവളുടെ തണുത്ത ശരീരത്തിലായിരുന്നു, അതിനൊന്നും ഉമ്മ കൊടുത്തിട്ടില്ല. എന്നാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ തിരക്കിനിടയിൽ നമ്മൾ ചിലത് ഗുഹയുടെ ഉള്ളിൽ ആ കുഞ്ഞിനെ മറന്നു വെച്ചതുപോലെ ഈ തിരക്കുകളുടെ ഇടയിൽ ചിലത് മറന്നു വെച്ചത് പിന്നെ തിരിച്ചെടുക്കാനാവാത്ത വിധം അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ. അപ്പോ
അനുഗ്രഹീതമായൊരു ജീവിതം ജീവിക്കുക എന്നുള്ളതിൽ മുൻഗണനയിൽ പഠിച്ചോ തന്നിട്ടുള്ള ഈ 4, 5, 1, 2, 3 മനുഷ്യന്മാരുണ്ടാവുക എന്നുള്ളത്. മൈക്കൽ ഫാരഡേ എന്നുള്ളൊരു ശാസ്ത്രജ്ഞനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, സ്കൂളിൽ പഠിച്ച എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? മൈക്കൽ ഫാരഡേ എന്നാണ് പേര്. ഈ ലൈറ്റ് ഇവിടെ ഇങ്ങനെ കത്തി നിൽക്കുന്നതിന്റെ പിന്നിൽ ഡൈനാമോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കണ്ടുപിടിച്ച ആളാണ്. ജനറേറ്ററും മോട്ടറും കണ്ടുപിടിച്ച ആളാണ്. 1000ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. 1, 2 അല്ല. ഒരു സ്വർണ്ണപ്പണിക്കാരന്റെ 6 മക്കളിൽ 4ാമനായി ജനിച്ച് പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കൂളിൽ പോകാൻ കഴിയാതെ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യണ ഷോപ്പിൽ ജോലിക്ക് നിന്ന് അവിടെ കണ്ട ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ച് ശാസ്ത്രം പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായി. സർ ഹംഫ്രി ഡേവി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് അങ്ങനെ 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 വന്നയാളാണ് മൈക്കൽ ഫാരഡേ. 1000ഓളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയൊരു മനുഷ്യന് ജീവിതത്തിൽ എത്ര തിരക്കുണ്ടാവും? ഇന്നത്തെ പോലെ അല്ലല്ലോ, അത്രയും തിരക്ക് കൂടുതലായിരുന്നു അല്ലെ? ആ മനുഷ്യനോട് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആയുസ്സിലെ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു? ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതായിരുന്നു എന്ന് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെ വരും? കണ്ടുപിടുത്തങ്ങൾ അത്രയും നടത്തിയല്ലേ? ഈ ലൈറ്റ് കത്തി നിൽക്കുന്നതിന്റെ പിന്നിലെ മനുഷ്യനാണ്. പഠിച്ചോ നമ്മ അനുഗ്രഹം, പക്ഷെ അത് മനുഷ്യൻ കണ്ടുപിടിച്ച കുറെ ആളുണ്ട്, അതിലൊരാളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണ് എന്ന് കണ്ടുപോയില്ലേ? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ കണ്ടുപോയി. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ എന്നാണ്. എന്തൊരു കഥ! എന്റെ സാറയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. കണ്ടുപിടുത്തങ്ങളൊക്കെ പിന്നെയാണ്, എന്നെ പ്രശസ്തരാക്കിയത് കാര്യങ്ങളൊക്കെ പിന്നെയാണ്. എന്റെ ജീവിതത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ അല്ലെങ്കിലും ആശയം ഇങ്ങനെയാണ്. ആയുസ്സിൽ പഠിച്ചോ കൊടുത്ത ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തെ ഒരു മനുഷ്യന് അദ്ദേഹം പരിഗണിച്ചു. അദ്ദേഹത്തിന്റെ വീടിന്റെ കുറച്ചപ്പുറത്തൊരു കായൽ പോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് എല്ലാ വൈകുന്നേരവും 2 ആളും പോയിട്ട് ഇരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹം വന്നിട്ട് അവിടെ ഇങ്ങനെ പോയിരിക്കും എന്നവരാണ്. ജീവിതത്തിൽ ഏറ്റവും നല്ല നിമിഷം ഏതാണെന്ന് ചോദിച്ചപ്പോ എന്റെ സാറിയുടെ കൂടെയുള്ള വൈകുന്നേരങ്ങൾ. ഇതാണ് മുൻഗണന. കാരണം എല്ലാ ആഘോഷങ്ങളും അവസാനിക്കും. ആഘോഷങ്ങളുടെ ഒക്കെ ഒരു പ്രശ്നം, ആഘോഷങ്ങൾക്ക് ഒരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. ഇന്ന് ക്രിസ്തുമസ് ലോകം മുഴുവനും 26-ാം തീയതി ക്രിസ്തുമസ് ഇല്ല. അന്ന് ബിരിയാണി ഉണ്ടാക്കിയ ചെമ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ? അല്ലെ? മുറ്റത്ത് കെട്ടിയ പന്തല കഴിച്ചു പോകുന്നുണ്ടോ? ആ നല്ല വസ്ത്രം ഉണ്ടല്ലോ, പുതിയ മണമുള്ള വസ്ത്രം അഴിച്ച് വെച്ച് മുഷിഞ്ഞിട്ടുണ്ടോ? 26-ാം തീയതി ആഘോഷങ്ങളൊന്നുമില്ല. കല്യാണത്തിന്റെ ഒരു പ്രശ്നം, കല്യാണത്തിനൊരു പിറ്റേന്നുണ്ട് എന്നുള്ളത്. അന്നവിടെ ബിരിയാണി ഉണ്ടാവില്ല, അന്നവിടെ പന്തലുണ്ടാവില്ല, പണിക്കാരായിരിക്കും ഫുള്ളുണ്ടാവും. അവരത് അഴിച്ചുകൊണ്ട് പോകുന്നുണ്ടാവും. അതെന്ത്? ആഘോഷങ്ങൾക്കൊക്കെ ഒരു അവസാനമുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ആഘോഷങ്ങൾക്കും തിരക്കുകൾക്കൊക്കെ ഒരവസാനമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി ചെല്ലുന്നൊരു സ്ഥലമുണ്ട്. എല്ലാ തിരക്കുകളും അവസാനിപ്പിച്ച് അവസാനം നമ്മുടെ കാറ് നിർത്തുന്ന, ബൈക്ക് നിർത്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് മാറുക എന്നത്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഇങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ ഇതുണ്ടാവും, എന്ത് പ്ലാസ്റ്റിക്കിന്റെ പൂക്കൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. കണ്ടില്ലേ കല്യാണത്തിനൊക്കെ? ഇപ്പൊ കുറെ മാറി, ഇപ്പൊ നല്ല ശരിക്കുള്ള പൂക്കളൊക്കെ വെക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് പൂവാ നല്ലത്. എന്താണെന്നറിയോ? അത് വാടില്ല, അല്ല വാടില്ലല്ലോ, അത് ഉണങ്ങില്ലല്ലോ, അത് കൊഴിഞ്ഞു പോകില്ലല്ലോ അല്ലേ? നല്ല പൂവാണെങ്കിലോ അത് വാടും, അതിന് വെള്ളം കൊടുക്കണം, അതിന് വളം കൊടുക്കണം, അത് തളരും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിന്റെ നിറത്തിലൊക്കെ വ്യത്യാസം വരും ഇല്ലേ? മനുഷ്യന്മാരെങ്ങനെയാ? ഞാനും നിങ്ങൾ എങ്ങനെയാ? പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിക് അല്ല, കല്ലല്ല. നമ്മളെ ഫീലിങ്സ് ഉള്ള മനുഷ്യന്മാരാണ്. ആരോ പറയണറിയോ? പഠിച്ചു കല്യാണത്തെ കുറിച്ച് പറയാ പഠിച്ചു. കല്യാണം എന്ന് പറഞ്ഞാൽ 2 മനുഷ്യന്മാരെ ഒന്നാവാം. 2 മനുഷ്യന്മാരെ ഒന്നാകുന്ന സമയത്ത് പഠിച്ചോ 3 കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. 3 കാര്യങ്ങൾ.
ഒന്നാമതായി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ്. അത് ഭാര്യയായിട്ടും ഭർത്താവായിട്ടും മാത്രമല്ലല്ലോ. മക്കളായിട്ട് വരുന്നു, പേരക്കുട്ടികളായിട്ട് വരുന്നു, അനുജനായിട്ട് വരുന്നു, പെങ്ങളായിട്ട് വരുന്നു, ഇത്താത്തയായിട്ട് വരുന്നു, ബാപ്പയായിട്ട് വരുന്നു, ഉമ്മയായിട്ട് വരുന്നു, ചങ്ങാതിയായിട്ട് വരുന്നു, അല്ലേ? മനുഷ്യന് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാസ്റ്റിക് അല്ല, അത് കല്ലല്ല, മരമല്ല, ഒന്നല്ല. അതിന് ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ്. ഇതിന്റെ ഉള്ളിൽ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മനസ്സ് എന്നൊരു സാധനത്തിന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഫീലിങ്സ് ഉണ്ടാവും. ഒരു മനുഷ്യനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക, വേറെ ഒന്നുമല്ല. ഒരു മനുഷ്യനെ മനസ്സിലാക്കുക, സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക. രാവിലെയുള്ള ആളാവില്ല വൈകുന്നേരം, ഇന്ന് കണ്ട ആളാവില്ല നാളെ, കഴിഞ്ഞ ആഴ്ച കണ്ട ആളല്ല ഈ ആഴ്ച. അതെന്തുകൊണ്ടാ? ഫീലിങ്സ് ഉള്ള മനുഷ്യനാണ്. അതന്നെ അയാൾക്ക് സങ്കടം വരും, അയാൾക്ക് കരയും, അയാൾക്ക് ദാഹിക്കും, വിശക്കും, അയാൾക്ക് വേറുപാടുകൾ സഹിക്കാൻ കഴിയില്ല, മരണം സഹിക്കാൻ കഴിയില്ല, രോഗം സഹിക്കാൻ കഴിയില്ല. അവനവന്റെ രോഗം സഹിച്ചാലും പ്രിയപ്പെട്ട ഒരാളുടെ രോഗം സഹിക്കാൻ കഴിയില്ല. അവനവന്റെ മരണത്തിലേക്ക് ചിലപ്പോൾ കൂളായിട്ട് നടന്നു പോകാൻ കഴിയുന്ന ഒരാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യന്റെ മരണം താങ്ങൂല. ഇതൊക്കെ മനുഷ്യനായതുകൊണ്ടാണ്. മാർക്സിസത്തിന്റെ ആചാര്യനാണ് കാൾ മാർക്സ്, അല്ലെ? മാർക്സ് അദ്ദേഹം ജീവിതത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ്. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന അവസാനം വരെ വായിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. ലോകം മുഴുവനുള്ള തൊഴിലാളികളെ കുറിച്ച് അത്രയേറെ ആലോചിച്ചൊരു mനുഷ്യനാണ്. ഇതിനപ്പുറത്തൊരു ലോകം ഇല്ല എന്ന് പറയുന്ന മനുഷ്യനാണ്. ഈ ഭൂമി മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തൊന്നുമില്ല, ദൈവമോ അതൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് എഴുതിയ ഡയറി ഉണ്ട്. അതെന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ കുട്ടിക്ക് സുഖമില്ലാതെ കിടന്ന സമയത്ത്. അത്രയും ശക്തനായ മനുഷ്യനാണെന്ന് പറയുക. അത്രയും വലിയ പുസ്തകങ്ങൾ എഴുതിയ മനുഷ്യനാണ്. പക്ഷെ ആ പുസ്തകങ്ങളിലൊന്നും അദ്ദേഹത്തിന് അത് സമാധാനം കണ്ടെത്താൻ പറ്റൂല. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് വയ്യെങ്കിലോ അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവില്ല. നമ്മളെ കുട്ടിക്ക് വയ്യെങ്കിലോ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. മനുഷ്യരെ നമ്മളെന്ത് പറഞ്ഞു? എന്താ പറയുന്നുള്ളൂ? വേറെന്തോ പറയുന്നു. വേഗം അങ്ങോട്ട് പോയിട്ട് മനസ്സങ്ങോട്ട് പോയി. ആ ഫീലിങ്സിലാണ്. ഫീലിങ്സ്. താങ്ക് യു. ഫീലിങ്സിനെ കൂടെ കുറിച്ചാണ് പറയുന്നത്. എന്നാൽ മനുഷ്യൻ ഫീലിങ്സ് ഉണ്ടാവും. ഉള്ളില് പ്ലാസ്റ്റിക്കോ മരമോ ഒന്നും ഇരുമ്പോ കല്ലൊന്നല്ല. ഫീലിങ്സ് ഉണ്ട്. കരയും, താങ്ങാൻ കഴിയില്ല ചില കാര്യങ്ങൾ. നമുക്ക് നമ്മളെ തന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് വേറൊരാൾ വേണം. അതിനാണ് മനുഷ്യന്മാര്.